നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ മന്ത്രി കെ.എം. ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മന്ത്രി കെ.എം. ഷാജി സന്ദർശിച്ചു. അക്കാദമിക ബ്ലോക്ക് നിർമ്മാണം ഒക്ടോബറിലും ആശുപത്രി കെട്ടിടത്തിലെ ഒരു പ്രധാന ബ്ലോക്ക് ഡിസംബറിലും മറ്റ് ബ്ലോക്കുകൾ അടുത്ത വർഷം മാർച്ചിലും പൂർത്തിയാക്കുന്നതിനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. AICC പ്രസിഡന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മാർച്ചും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. ജീവിതവിശുദ്ധിയും സത്യസന്ധതയും വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലും അടയാളപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു മാധ്യമപ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവുമായ പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടേതെന്ന് തദ്ദേശ മന്ത്രി കെ.എം. ഷാജി. മാഷോർമ എന്ന പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്മരണിക കവർ പേജ് പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തങ്ങൾക്കെതിരായ ശബ്ദങ്ങളെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നുവെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA പറഞ്ഞു. CPI സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടത്തുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിനായി ബുക്ക് ചെയ്ത സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കിയ നടപടിക്കെതിരെ സംഘടിപ്പിച്ച കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ മന്ത്രി കെ.എം. ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ ജില്ലയുടെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന് മന്ത്രി കെ.എം. ഷാജി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വിലയേറിയ സംഭാവനകൾ അർപ്പിച്ച ഒട്ടനവധി മനുഷ്യരുടെ നാടുകൂടിയാണ് കാസർഗോഡ്. സ്വാതന്ത്ര്യ സമര പോരാളികളും ഏറെ ഉണ്ടായിരുന്ന നാട്. അവരെല്ലാം ഈ നിമിഷത്തിൽ നാം ഓർക്കുകയാണ്. ചില വേദനകളും ഓർക്കാതിരിക്കാൻ നമുക്കാവില്ല. നമ്മൾ അടങ്ങിയ സമൂഹം ഒരു നാടിനോട് കാണിച്ച അനീതിയിൽ വേദന തിന്നുന്ന മനുഷ്യരെ കുറിച്ചാണത്. എൻഡോസൾഫാൻ കൊണ്ട് ജീവിതം ദുരിതത്തിലായവർ നമുക്കിടയിലുണ്ട്. അവരോട് നാം പ്രായച്ചിത്തം ചെയ്യേണ്ടതാണ്. അതിലൊരു പങ്കുമില്ലെങ്കിൽ പോലും ആ സമൂഹത്തിൽ ജീവിച്ചു എന്ന തെറ്റിനുള്ള പശ്ചാത്താപം നമുക്കുണ്ടാവണം. സ്വാതന്ത്ര്യദിന പരേഡിൽ സായുധ സേനകൾ, പോലീസ്, എക്സൈസ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, NCC, സ്കൂൾ ബാൻഡ് സെറ്റുകൾ എന്നിവ ഉൾപ്പെടെ 15 പ്ലാറ്റൂണുകൾ അണിനിരന്നു. ജില്ലാ ആംഡ് റിസർവ് പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, ഇരിയണി GVHSS, നായന്മാർമൂല TIHSS, ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഉദിനൂർ GHSS എന്നിവിടങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ, നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെമ്മനാട് GHSS, കാറടുക്ക GVHSS, പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിലെ NCC, പെരിയ ജവഹർ നവോദയ വിദ്യാലയ, ഉളിയത്തടുക്ക ജയ്മാത സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ ബാൻഡ് സെറ്റ് എന്നിവ പ്ലാറ്റൂണിന്റെ ഭാഗമായി. ശ്രീമതി അഞ്ജലി, സബ് ഇൻസ്പെക്ടർ പോലീസ്, ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന വിമൺ പോലീസ്. ശ്രീ ഷഹബാസ് അഹമ്മദ് നയിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ ബന്ദടുക്കാർ.
ശ്രീ വിഷ്ണു എസ് നായർ നയിക്കുന്ന സബ് ഇൻസ്പെക്ടർ പോലീസ്, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന ലോക്കൽ പോലീസ്. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ദേശീയഗാനം ആലപിച്ചു. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष मागे गाहे तब जय गाथा. സ്കൂളുകളിലും വിവിധ ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയുമെല്ലാം നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. എല്ലായിടങ്ങളിലും മധുര വിതരണവും പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. നഗരസഭാ ചെയർമാൻ വി രമേശൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭ സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം 8 പതിറ്റാണ്ടുകൾ പൂർത്തിയാവുകയാണ്. 80ാം പിറന്നാൾ രാജ്യം ഇന്ന് ആഘോഷിക്കുമ്പോൾ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിനെതിരെ നമ്മുടെ രാജ്യം നടത്തിയ ധീരമായ പോരാട്ടത്തിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം ലഭ്യമായത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സാമൂഹികമായ ജനാധിപത്യം, രാഷ്ട്രീയപരമായ ജനാധിപത്യം, സാമ്പത്തികമായ ജനാധിപത്യം, എല്ലാവരും സമത്വം എന്ന ലക്ഷ്യത്തോടു കൂടി ജാതി മത ഭേദവ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ ഈ നാളിൽ പ്രയത്നമെടുക്കുക എന്നതാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ആഘോഷത്തിൽ നമുക്കെടുക്കാനുള്ള ഏറ്റവും വലിയ ചുമതല. നമ്മുടെ രാജ്യത്തിൽ പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു നല്ല കാലം, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യം പട്ടിണിയുടെ സൂചികയിൽ 102ാം സ്ഥാനത്താണ് ഇന്ന് നിലനിൽക്കുന്നത്. നഗരസഭാ ജീവനക്കാരും കൗൺസിലർമാരും അടക്കം നിരവധി പേരാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. മധുര പലഹാര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒഴിഞ്ഞവിളപ്പ് നായനാർ സ്മാരക വായനശാല ബാലവേദി കുട്ടികൾ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പ്രതീകാത്മക ദണ്ഡിയാത്രയും ഉപ്പുകുറുക്കലും സംഘടിപ്പിച്ചു. ഒഴിഞ്ഞവിളപ്പ് ജംഗ്ഷനിൽ നിന്നും കടൽ തീരത്തേക്ക് നടത്തിയ ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയുടെ വേഷമണിഞ്ഞും അനുയായികളും അടക്കം 100ലധികം ആളുകൾ പങ്കെടുത്തു. ഒഴിഞ്ഞവിളപ്പ് നായനാർ സ്മാരക വായനശാല ബാലവേദി കുട്ടികൾ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പ്രതീകാത്മക ദണ്ഡിയാത്രയും ഉപ്പുകുറുക്കലും സംഘടിപ്പിച്ചു. ഒഴിഞ്ഞവിളപ്പ് ജംഗ്ഷനിൽ നിന്നും കടൽ തീരത്തേക്ക് നടത്തിയ ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയുടെ വേഷമണിഞ്ഞും അനുയായികളും അടക്കം 100ലധികം ആളുകൾ പങ്കെടുത്തു. ബാലവേദി കുട്ടികളാണ് ഗാന്ധിജിയുടെ വേഷമണിഞ്ഞ് എത്തിയത്. ഒഴിഞ്ഞവിളപ്പ് കടൽ തീരത്ത് വെച്ച് ഉപ്പ് ശേഖരിച്ച് പ്രതീകാത്മക ഉപ്പുകുറുക്കൽ നടത്തി. ചരിത്രത്തിന്റെ ഈ പുനരാവിഷ്കാരം കുട്ടികൾക്കും നാട്ടുകാർക്കും പുതിയൊരു അനുഭവമായി മാറി. ഒഴിഞ്ഞവളപ്പ് ജംഗ്ഷനിൽ വെച്ച് നീലേശ്വരം നഗരസഭാ ചെയർമാൻ പി മുഹമ്മദ് റാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 400-അടുത്ത് 370-390 കിലോമീറ്റർ നടന്നു. എത്ര കിലോമീറ്റർ? 390 കുട്ടികൾ. 390 കിലോമീറ്റർ എവിടത്തേക്ക് എത്തിയെന്നറിയോ? എവിടത്തേക്ക് എത്തി? കാഞ്ഞങ്ങാട്ടേക്ക് എത്തോ? ഇല്ല. എത്ര കഴിയും? മംഗലാപുരത്തേക്കാകെ 80-90 കിലോമീറ്ററേ ഉള്ളൂ. എറണാകുളത്തേക്ക് നടക്കണം. എറണാകുളത്തേക്ക് 360 കിലോമീറ്ററാണ്. അത്ര ദൂരത്തേക്ക് നടന്നെത്തുമ്പോഴേക്ക് രാജ്യത്താകെ ഈ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വലിയ സമരങ്ങൾ ഈ നമ്മുടെ രാജ്യത്തൊട്ടാക്കി ആരംഭിച്ചു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണെന്നറിയാം? എവിടെയാ? നമ്മുടെ തൊട്ടടുത്താണ്.
പയ്യന്നൂര് നമ്മുടെ നേതാക്കന്മാരായ ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു മഹത്തായ സമരത്തിന്റെ ഒരു പുനരാവിഷ്കാരം ഇവിടെ നയനാർ സ്മാരക വായനശാല നടത്തുകയാണ്. അതിലൂടെ നിങ്ങളും കൂടി എന്താവുകയാണ്, ആ ചരിത്രത്തിലേക്ക് നേരത്തെ സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചതുപോലെ ആ ചരിത്രത്തിന്റെ കൂടെ നിങ്ങൾ നടക്കുകയാണ്. വായനശാല വൈസ് പ്രസിഡന്റ് അഖിൽ OV, പ്രസിഡന്റ് പ്രമോദ് TV, സെക്രട്ടറി രാജേഷ് TV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ C. കുഞ്ഞാമത് ഹാജി പാലക്കി പതാക ഉയർത്തി. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ കുഞ്ഞാമത് C. പാലക്കി പതാക ഉയർത്തി. മാനേജിംഗ് ഡയറക്ടർമാരായ ഷംസുദ്ദീൻ പാലക്കി, ഖാലിദ് C. പാലക്കി, പ്രിൻസിപ്പൽ മറിയക്കുട്ടി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. രാജ്യം ഇന്ന് 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമ്മളെ പൂർവികരും സ്വാതന്ത്ര്യ സമര സേനാനികളും വീരരക്തസാക്ഷികളും നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മളിന്ന് എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. നമുക്കിതിൻ്റെ മധുരം മാത്രമേ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. ചെറുപ്പത്തിലേ നമ്മൾക്ക് സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകിൽ എടി കിട്ടുന്ന ദിവസം അല്ലെങ്കിൽ പായസം കിട്ടുന്ന ദിവസം, പിന്നെ ഒരു പ്രത്യേകത സ്കൂളിൽ പോയിട്ട് കൊടി ഒതുക്കിയിട്ട് ഒന്ന് പഠിക്കൊന്നും വേണ്ട, പെട്ടെന്ന് തിരിച്ചു വരാം. മൻസൂർ ഹോസ്പിറ്റൽ ജീവനക്കാരും മൻസൂർ ഹോസ്പിറ്റൽ കോളേജ് വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. മധുര പലഹാര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശോഭിക വെഡിങ്സിൽ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ശോഭിക വെഡ്ഡിങ്സിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. പരിപാടിയിൽ സുബേദാർ മേജർ ആൻഡ് ഹോണററി ലിയൂട്ടന്റ് ഓഫ് ഇന്ത്യൻ ആർമി തമ്പാൻ കെയും ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ KVയും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെയുള്ളവർക്കും രാജ്യത്തെ എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നൽകിയാണ്. തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന ശോഭികയുടെ ജീവനക്കാരുണ്ട്, അതിൻ്റെ ഓഫീസേഴ്സ് ഉണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എല്ലാവർക്കുമാണ്. ഇവിടെ കഷ്ടപ്പെടുന്ന സമയത്ത്, തിരക്കുള്ള സമയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, പെൺകുട്ടികളൊക്കെ ജോലി ചെയ്യുന്ന അവർക്കൊക്കെ ഒരു ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ശോഭികയുടെ ഭാഗത്തുണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. HR എക്സിക്യൂട്ടീവ് ജിഷ്ണ പ്രതിജ്ഞ ചൊല്ലി. ജനാധിപത്യ രാജ്യമാണ് എൻ്റെ ഇന്ത്യ. ബഹുസ്വരതയാണ് എൻ്റെ രാജ്യത്തിൻ്റെ സൗന്ദര്യം. രാജ്യത്തിൻ്റെ പുരോഗതിയും ദേശീയോദ്ഗ്രഥനവും ഞാൻ ലക്ഷ്യം വെക്കുന്നു. രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ശിഥിലമാക്കുന്ന വർഗീയ വിധസക ശക്തികൾക്കെതിരെ ഞാൻ എന്നും നിലകൊള്ളുന്നതായിരിക്കും. രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്ന എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും എന്റെ അവകാശം കൂടിയാണ്. ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു. ഞാനിവിടെ വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 80ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന സംഭവം നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്ന മിലിറ്ററിയും അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട വളരെ പ്രമുഖരായ രണ്ട് പേരെയാണ് നമ്മൾ ഇന്നത്തെ ഈ ആഘോഷ പരിപാടി തുടക്കം കുറിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ബിഗ്മാൾ ഡയറക്ടർ ഷംസു പാലക്കി പരിപാടിയിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചു. നമുക്കറിയാം
നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മധുര നിമിഷങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ധീരദേശാഭിമാനികൾ നമുക്ക് വേണ്ടി പൊരുതിയ ഓർമ്മകൾ ഇന്നും ഒരു രാജ്യം 80 വർഷം ആ സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇന്നും അടിമത്തത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾ അടിമത്തത്തിൽ കഴിയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നമുക്ക് ധീരദേശാഭിമാനികൾ നേടിത്തന്ന ആ സ്വാതന്ത്ര്യം ഇന്നും നമ്മൾ അനുഭവിക്കുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് മാത്രമാണെന്ന് ഈ നിമിഷം ഓർപ്പിച്ചുകൊണ്ട് എല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഏത് നിമിഷവും പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആർമി സുബേദാർ മേജറും ഹോണററി ലീയൂട്ടൻ്റായിരുന്ന തമ്പാൻ കെയെയും ഹോസൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ASI പ്രദീപനെയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും മൊമെന്റോ കൈമാറുകയും ചെയ്തു. സ്റ്റാഫ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ക്വിസ് മത്സരവും നടന്നു. HR എക്സിക്യൂട്ടീവുമാരായ ശ്രീജയും സുകന്യയും പരിപാടി നിയന്ത്രിച്ചു. ഫ്ലോർ സൂപ്പർവൈസർ ടണൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU മെട്രോ പാലസ് യൂണിറ്റ് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തിലെ SLC +2 വിജയികൾക്കുള്ള അനുമോദനവും നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU മെട്രോ പാലസ് യൂണിറ്റ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തിലെ SLC +2 വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ ട്രഷറർ TV വിനോദ് ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. ആഗസ്റ്റ് 15 പുലർച്ചെ അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിരവധി പോരാട്ടങ്ങളിലൂടെ, നിരവധി സമരങ്ങളിലൂടെ, ത്യാഗനിർഭരമായ പോരാട്ടങ്ങളിലൂടെ, വലിയ സമരങ്ങളിലൂടെയൊക്കെ ഒരുപാട് കാലം നടത്തിയിട്ടുള്ള ചരിത്രപ്രധാനമായ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വേഗം ഇങ്ങനെ ഒരു വെള്ളിത്താലത്തിലെടുത്തതാക്കി ഇന്ത്യക്കാരെ ഇത്രയും കാലം നിങ്ങളെ ഭരിച്ചു, അതുകൊണ്ട് നിങ്ങളെല്ലാം ഭരിക്കാനുള്ള പ്രാപ്തിയായി, അതുകൊണ്ട് നിങ്ങളിനി ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അത് നൽകുകയല്ല ചെയ്തത്. യൂണിറ്റ് പ്രസിഡന്റ് രാഘവൻ എക്കാൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി രാഘവൻ പള്ളത്തിങ്കാൽ, ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ, ജില്ലാ കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു, യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് പ്രമോദ് മണലിൽ, ഏരിയ വൈസ് പ്രസിഡന്റ് ഫൈസൽ നെല്ലിക്കാട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മെട്രോ പാലസ് യൂണിറ്റ് സെക്രട്ടറി ഷിജു വെള്ളിക്കോത്ത് സ്വാഗതവും യൂണിറ്റ് ട്രഷറർ രമേശൻ വിഷ്ണുമംഗലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം.
ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കൂട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മന്ത്രി KM ഷാജി സന്ദർശിച്ചു. അക്കാദമിക ബ്ലോക്ക് നിർമ്മാണം ഒക്ടോബറിലും ആശുപത്രി കെട്ടിടത്തിലെ ഒരു പ്രധാന ബ്ലോക്ക് ഡിസംബറിലും മറ്റ് ബ്ലോക്കുകൾ അടുത്ത വർഷം മാർച്ചിലും പൂർത്തിയാക്കുന്നതിനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. വൈദ്യുതി സംബന്ധിച്ച് പ്രശ്നപരിഹാരത്തിന് വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും കാസർഗോഡ് വികസന പാക്കേജിൽ അനുവദിച്ച തുക ധനകാര്യ വകുപ്പിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്നും മെഡിക്കൽ കോളേജിന്റെ പൂർണ്ണമായ പ്രവർത്തനത്തിനാവശ്യമായ എല്ലാ തസ്തികകളും അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെൺകുട്ടികളുടെ ഹോസ്റ്റൽ നിർമ്മാണം ഈ വർഷം ഡിസംബറിനകം പൂർത്തിയാക്കുന്നതിനും തീരുമാനിച്ചു. കിഫ്ബി, ULCC, കിറ്റ്കോ എന്നിവരുടെ യോഗം ഒരാഴ്ചയ്ക്കകം കിറ്റ്കോ മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്നതിനും നിർമ്മാണ മേഖലയിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കുന്നതിനും തീരുമാനിച്ചു. ഹോസ്പിറ്റൽ, കാഷ്വൽ OP, ബ്ലഡ് ബാങ്ക് ഉൾപ്പെടുന്ന C ബ്ലോക്കിന്റെ നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തീകരിക്കും. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ലാബ് സംവിധാനങ്ങൾ 75 ദിവസത്തിനകം സജ്ജീകരിക്കുമെന്ന് KMCL പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ലാബ് സംവിധാനങ്ങൾ 75 ദിവസത്തിനകം സജ്ജീകരിക്കുമെന്ന് KMCL പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലെ കാലതാമസം പരിഹരിക്കണമെന്ന് കലക്ടർ മാഹിൻ MLA യോഗത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കണമെന്നും MLA പറഞ്ഞു. അക്കാദമിക ബ്ലോക്ക്, ആശുപത്രി കെട്ടിടം, ഹോസ്റ്റലുകൾ, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട നിർമ്മാണ കരാർ കമ്പനികളോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആവശ്യപ്പെട്ടു. നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോ മാനേജിംഗ് ഡയറക്ടർ P രാജേഷ് നിർമ്മാണ സ്ഥിതിവിവരങ്ങളുടെ റിപ്പോർട്ടും കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ പ്രവീൺ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അരുൺകുമാർ എന്നിവർ കോളേജ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനിവാര്യമായ കാര്യങ്ങൾ എന്നിവ അവതരിപ്പിച്ചു. AKM അഷ്റഫ് MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അസീസ് കളത്തൂർ, എൻമകജെ പഞ്ചായത്ത് പ്രസിഡന്റ് കുസുമാവതി, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശങ്കര, മാഹിൻ കേളോട്ട്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, കിറ്റ്കോ, കാസർഗോഡ് വികസന പാക്കേജ് എന്നിവയുടെ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ P രാജ്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടി നേടിയ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ പുലരി ആദ്യം ആസ്വദിച്ചവരിൽ ഒരാളായ ഉദിനൂർ പെരിയോത്തെ UP ആസ്യുമയും 80ാം പിറന്നാൾ ആഘോഷത്തിലാണ്. 1947 ഓഗസ്റ്റ് 15 പുലർച്ചെ 12:05 പിറന്ന ഉദിനൂർ പീടികയിൽ ആസ്യുമയെ സന്ദീപ് വാര്യർ MLA വീട്ടിലെത്തി ആദരിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടി നേടിയ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ പുലരി ആദ്യം ആസ്വദിച്ചവരിൽ ഒരാളായ ഉദിനൂർ പെരിയോത്തെ UP ആസ്യുമയും 80ാം പിറന്നാൾ ആഘോഷത്തിലാണ്.
1947 ഓഗസ്റ്റ് 15 പുലർച്ചെ 12:05 പിറന്ന ഉദിനൂർ പീടികയിൽ ആസ്യുമ്മയെ സന്ദീപ് വാര്യർ MLA വീട്ടിലെത്തി ആദരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികം രാജ്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ യാദൃശ്ചികവും കൗതുകവുമായിട്ടുള്ളൊരു കാര്യം കേട്ടിട്ടാണ് ഞാനിവിടെ എത്തിയത്. രാജ്യം സ്വാതന്ത്ര്യം നേടിയ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി പുലർച്ചെ 12:05 ജനിച്ച ഉദിനൂർ പീടികയിൽ ആസിയുമ്മ, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത്. അവരുടെ ജന്മദിനം കൂടിയാണ്. രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന അന്ന് തന്നെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ജന്മദിനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കൗതുകകരമായിട്ടുള്ളതും യാദൃശ്ചികമായിട്ടുള്ള കാര്യമാണ്. അവരെ കണ്ടു, അവരെ ആദരിച്ചു. തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒരു മഹാഭാഗ്യമാണ് നമ്മുടെ രാജ്യം പിറവിയെടുത്ത് വീണ അതേ നിമിഷം തന്നെ ജനിക്കാൻ സാധിക്കുക എന്നുള്ളത്. അങ്ങനെ വളരെ അപൂർവം പേര് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കണ്ടു, അവർക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് അവരെ ആശംസിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ ആഹ്ലാദം പങ്കിട്ട് 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി മുതൽ തൃക്കരിപ്പൂർ അങ്ങാടിയിൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം മുഴക്കിയും നാട്ടുകാർ ഒന്നാകെ ആഘോഷത്തിലമർന്നപ്പോഴാണ് പയ്യന്നൂർ കൊറ്റി അരയാപ്പുറം കുഞ്ഞിമൊയ്തീന്റെയും UP കുഞ്ഞാമിനയുടെയും മൂത്തമകളായി ആസ്യുമ്മ ജനിച്ചത്. എറണാകുളം കളമശ്ശേരിയിലെ HMTL മെഷീൻ ഓപ്പറേറ്ററായിരുന്ന ഇളമ്പച്ചി മൈതാനിയിലെ പരേതനായ KP മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ പിറന്ന UP ആസ്യുമ്മയുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങൾ ഈ ദിനത്തിൽ ഒത്തുചേരാറുണ്ട്. തൃക്കരിപ്പൂർ നീലമ്പലത്ത് പുതിയപുരയിൽ എന്ന UP തറവാട്ടിൽ നിന്ന് 13 വർഷം മുൻപാണ് മകൾ നസീനയ്ക്കും അവരുടെ ഭർത്താവ് ജൂബിലി അബ്ദുള്ളയ്ക്കുമൊപ്പം ഉദിനൂർ പെരിയോത്ത് താമസമാക്കിയത്. പ്രവാസിയായ മുഹമ്മദ് സഹീർ, KMCC ദുബായ് തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി സിറാജുദ്ദീൻ, മലേഷ്യയിലെ നൌഷാദ്, കുവൈറ്റ് തൃക്കരിപ്പൂർ KMCC വൈസ് പ്രസിഡന്റ് ഫിറോസ് എന്നിവരാണ് മറ്റു മക്കൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ ജനിച്ച ഉദിനൂർ പീടികയിൽ ആസ്യുമ്മയെ സന്ദീപ് വാര്യർ MLA പെരിയോത്തെ വീട്ടിലെത്തി ആദരിച്ചു. തൃക്കരിപ്പൂരിലെ പൗരാവലിക്ക് വേണ്ടിയാണ് ആഹ്ലാദത്തോടെ ആദരവ് നൽകുന്നതെന്ന് MLA പറഞ്ഞു. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി മുജ്തബ പെരിയോത്ത്, ആസിമയുടെ സഹോദരങ്ങളായ UPC കുഞ്ഞഹമ്മദ്, UP ദാവൂദ്, UP അബ്ദുൽ റഹ്മാൻ, UP ഷറഫുദ്ദീൻ, UP ഷിഹാബുദ്ദീൻ, കുഞ്ഞലീമ തുടങ്ങി നിരവധി കുടുംബാംഗങ്ങളും ആദരവ് ചടങ്ങിൽ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി. ശലഭം എന്ന പേരിൽ കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ നടത്തിയ പരിപാടി CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി. ശലഭം എന്ന പേരിൽ കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ നടത്തിയ പരിപാടി CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള സ്ത്രീ പങ്കാളിത്തത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളത് തന്നെ വർത്തമാനകാല ഇന്ത്യയിൽ സ്ത്രീ സമത്വത്തിന്റെ തുല്യതയിലേതായ സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉറപ്പുവരുത്താനുള്ള അതിശക്തമായ പ്രതികരണങ്ങളും ഇടപെടലുകളും സജീവമാക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതിവിശേഷമാണ് നമ്മൾ വരുന്നത്. കാരണം സ്ത്രീകളെ അംഗീകരിക്കാൻ തന്നെ പ്രത്യയശാസ്ത്രപരമായ നിവൃത്തിയില്ലാത്തവരാണ് ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തുല്യതയെക്കുറിച്ചോ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചോ സംവേദിക്കാനോ അംഗീകരിക്കാനോ ഉള്ള മനസ്സ് അവർക്ക് ഇല്ല. തുടർന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സ്ത്രീകൾ എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M സുമതി വിഷയാവതരണം നടത്തി. PC സുബൈദ, CM മീനാകുമാരി, K സുജാത, ഓമന രാമചന്ദ്രൻ, KV സുജാത എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P ബേബി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സെൽഫ് ഡിഫൻസ്, യോഗ പ്രദർശനം, തിരുവാതിര, സുംബ ഡാൻസ്, കൈകൊട്ടിക്കളി, ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, ഗാനാലാപനം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. AICC പ്രസിഡന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മാർച്ചും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കോൺഗ്രസ് റാലി നടന്ന വേദിയിൽ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ സാന്നിധ്യം കൊണ്ട് വേദി അശുദ്ധമായി എന്നാരോപിച്ച് തീവ്ര വലതുപക്ഷ സംഘടനകൾ ഗംഗാജലം തളിച്ച് ശുദ്ധീകരണം എന്ന പേരിൽ നടത്തിയ ദുരാചാരം BJPയുടെയും അവരുടെ പോഷക സംഘടനകളും വച്ചുപുലർത്തുന്ന മ്ലേച്ഛവും അങ്ങേയറ്റം വിവേചനപരവുമായ മാനസികാവസ്ഥയുടെ തെളിവാണെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങളായ സമത്വം, സാഹോദര്യം, സാമൂഹിക നീതി എന്നിവയ്ക്കുമേലുള്ള കടന്നുകയറ്റം ജനാധിപത്യ ഇന്ത്യയോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്നും ഭരണാധിപത്യം തിരിച്ചുകൊണ്ടുവരാനുള്ള സംഘപരിവാർ നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. AICC പ്രസിഡന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച മാർച്ചും സത്യാഗ്രഹവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മാന്തോപ്പ് മൈതാനിയിൽ സമാപിക്കുകയും തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ നേതാക്കളെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന രാജ്യമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഭരണകൂടം, BJP നേതൃത്വം, RSS നേതൃത്വം, സംഘപരിവാർ നേതൃത്വം, രാഷ്ട്രപിതാവ് മഹാത്മജി വിഭാവനം ചെയ്ത ഇന്ത്യ രാജ്യത്തെ മാറ്റി. നമുക്കറിയാം, ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പൊതുസമ്മേളനത്തിനും റാലിയിലും പ്രസംഗിച്ച ആ സ്ഥലവും ആ ഇരിപ്പിടം ഉൾപ്പെടെ ഉപ്പുവെള്ളം കൊണ്ട് ശുദ്ധീകരിച്ച ഒരു പ്രവർത്തനഹീനമായ പ്രവർത്തനം നടത്തിയ രാജ്യത്തെ സംഘപരിവാർ, രാജ്യത്തെ RSS, രാജ്യത്തെ BJP, രാജ്യത്തെ മതേതരത്വത്തെ തകർക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ് ശ്രീ മല്ലികാർജുന ഖാർഗെ. എന്നും രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന രാജ്യത്തെ മതേതരത്വത്തിന്റെ കാവലാളനാണ് ശ്രീ മല്ലികാർജുന ഖാർഗെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ വളരെ നന്നായി നയിച്ചുകൊണ്ട് രാജ്യത്തെ BJPക്കെതിരെ, സംഘപരിവാറിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും, രാജ്യസഭക്കകത്തും പുറത്തും ശക്തമായ പോരാട്ടങ്ങളുമായി ശ്രീ മല്ലികാർജുന ഖാർഗെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും മുമ്പോട്ട് പോകുമ്പോൾ മല്ലികാർജുന ഖാർഗെയെ അപമാനിക്കാൻ, രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ BJPയോട് പറയുന്നു, RSSനോട് പറയുന്നു, സംഘപരിവാറിനോട് പറയുന്നു, രാജ്യത്തെ ജനലക്ഷങ്ങൾ നിങ്ങൾക്ക് ഇതിന് ഉത്തരം നൽകുമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. DCC വൈസ് പ്രസിഡന്റ് PG ദേവ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ M അസൈനാർ, സാജിദ് മൊബൽ, BP പ്രദീപ് കുമാർ, KP പ്രകാശൻ, വാമുനി വിജയൻ, ഡോക്ടർ KV ശശിധരൻ, ശ്രീജിത്ത് മടക്കൽ, രാജൻ പെരിയ, K വാരിജാക്ഷൻ, മധുസൂദനൻ ബാലൂർ, ഉമേശൻ വേളൂർ, മടിയൻ ഉണ്ണികൃഷ്ണൻ, KV ഭക്തവത്സലൻ, KR കാർത്തികേയൻ, മിനി ചന്ദ്രൻ, P രാമചന്ദ്രൻ, A വാസുദേവൻ, KK ബാബു, ബഷീർ ആറങ്ങാടി, KP ബാലകൃഷ്ണൻ, ഡോക്ടർ ടിറ്റോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജീവിത വിശുദ്ധിയും സത്യസന്ധതയും വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലും അടയാളപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു മാധ്യമപ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവുമായ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടേതെന്ന് തദ്ദേശ മന്ത്രി KM ഷാജി പറഞ്ഞു. മാഷോർമ എന്ന P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്മരണിക കവർ പേജ് പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിത വിശുദ്ധിയും സത്യസന്ധതയും വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലും അടയാളപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു മാധ്യമപ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവുമായ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടേതെന്ന് തദ്ദേശ മന്ത്രി KM ഷാജി പറഞ്ഞു. താനൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ആദരിച്ച മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉള്ളിലൊതുക്കി ജനനന്മയ്ക്കായി പ്രവർത്തിച്ചുവെന്ന് മാഷ് ഓർമ്മ എന്ന P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്മരണിക കവർ പേജ് പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ ഭൂമിയിൽ നമ്മളുടെ യാത്രകൾക്കിടയിൽ കിട്ടുന്ന ചില സൗകര്യങ്ങൾ നമ്മളെ അഭിരമിപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിലെ ചില കുഴപ്പങ്ങളിലേക്ക് ബിൽ ഗേറ്റ്സ് ഈ ടെക്നോളജിയുടെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ബിൽ ഗേറ്റ്സ് പറഞ്ഞ രസകരമായ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ കൺവീനിയൻസിനെ എൻജോയ് ചെയ്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
കൺവീനിയൻസ് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു തുടങ്ങിയാൽ അപ്പോഴാണ് ഈ സൗകര്യങ്ങളുടെ മറ്റൊരാളെ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അത് ഉണ്ടാവരുന്നതാണ് ജീവിതത്തിൽ. അതിൻ്റെ ഒരു അളവിനെ മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ എപ്പോഴും നമുക്ക് മാറ്റിവെക്കാവുന്ന റെസ്പോൺസിബിലിറ്റി ആയിട്ടോ തൻ്റെ മുകളിൽ വന്ന ഒരു ഭാരമായിട്ടോ ആണ് നമുക്ക് കൺവീനിയൻസ് മാറുന്നതാണ്. അതിനെ ഹാപ്പിനെസ് ആയിട്ട് കൊണ്ട് നടക്കരുത് എന്ന് തോന്നിയാൽ ഇന്നത് കിട്ടിയില്ലല്ലോ എന്നല്ല, കിട്ടിയതെല്ലാം എങ്ങനെയാണ് ഞാൻ വിനിയോഗിച്ചത് എന്ന ആത്മപരിശോധനയ്ക്ക് നമുക്ക് സമയമാകുമെന്നതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് അംഗം ഖാലിദ് അറബിക്കാടത്ത് ഏർപ്പെടുത്തിയ കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാരം പഞ്ചായത്ത് അംഗം കൊളവയിലെ സി കുഞ്ഞാമിനയ്ക്ക് മന്ത്രി ഷാജി കൈമാറി. 10,001 രൂപയും ഉപഹാരവുമാണ് പുരസ്കാരം. അതിഞ്ഞാൽ പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. സ്മരണിക സമിതി ചെയർമാൻ തെരുവത്ത് മൂസ ഹാജി അധ്യക്ഷത വഹിച്ചു. മാഷോർ ചീഫ് എഡിറ്റർ ടി മുഹമ്മദ് അസ്ലം പുസ്തകത്തെ പരിചയപ്പെടുത്തി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി പുരസ്കാര ജേതാവിന് പ്രശംസാപത്രം നൽകി. CH സെന്ററിനുള്ള ധനസഹായം MM ഷറഫുദ്ദീൻ സെന്റർ കൺവീനർ CH അഹമ്മദ് കുഞ്ഞി ഹാജിക്ക് കൈമാറി. പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P അബ്ദുൽ കരീം, CK അബ്ദുള്ള ഹാജി, AP ഉമ്മർ, A ഹമീദ് ഹാജി, C മുഹമ്മദ് കുഞ്ഞി, MBM അഷ്റഫ്, PM ഫാറൂഖ്, P മൊയ്തീൻ കുഞ്ഞി, PM ഫൈസൽ എന്നിവർ സംസാരിച്ചു. വാർഡ് ലീഗ് പ്രസിഡന്റ് CH സുലൈമാൻ സ്വാഗതവും കൺവീനർ ഖാലിദ് അറബിക്കാടത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. തങ്ങൾക്കെതിരായ ശബ്ദങ്ങളെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നുവെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം
അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA പറഞ്ഞു. CPI സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടത്തുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിനായി ബുക്ക് ചെയ്ത സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കിയ നടപടിക്കെതിരെ സംഘടിപ്പിച്ച കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തങ്ങൾക്കെതിരായ ശബ്ദങ്ങളെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നുവെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA പറഞ്ഞു. ബദ്ലാവ് സരൂരി ഹേ എന്ന മുദ്രാവാക്യമുയർത്തി CPI സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടത്തുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിനായി ബുക്ക് ചെയ്ത സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കിയ നടപടിക്കെതിരെ സംഘടിപ്പിച്ച കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോരാട്ടത്തിന് മുന്നിലും ശ്രീമാൻ നരേന്ദ്രമോദിക്ക് മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഈ ഭരണകൂടത്തിന്റെ സമ്പന്ന താല്പര്യം സംരക്ഷിക്കുന്ന നടപടികൾക്കെതിരെ വലിയ പോരാട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് BJP നൽകിയ വാഗ്ദാനം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നല്ല നാളെ വാഗ്ദാനം ചെയ്യുമെന്നാണ്. അച്ചാദിൻ ആയേഗ എന്നാണ് അന്ന് പറഞ്ഞത്. 12 വർഷമായി BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുന്നു. ഈ രാജ്യത്ത് ആർക്കാണ് നല്ല ദിനം ലഭിച്ചതെന്ന് പരിശോധിക്കണം. ഈ രാജ്യത്തെ ഒരുപറ്റം സമ്പന്നന്മാർക്ക്, കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് നല്ല ദിനം ലഭിച്ചിട്ടുള്ളത്. ആ നല്ല ദിനം വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കപ്പെട്ട ഇന്ത്യയിലെ തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും യുവജനങ്ങളും വിദ്യാർത്ഥികളും എല്ലാം ഇന്ത്യൻ തെരുവുകളിൽ പോരാട്ടത്തിന്റെ രീതിയിലാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സമ്പന്നനെ സഹായിക്കാൻ നിങ്ങൾ കേന്ദ്ര ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് 100 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരൻ രാജ്യം ഭരിക്കുമ്പോൾ ഇവിടെ തൊഴിലാളിക്ക് സംഘടിക്കാനും കൂട്ടായ്മ നിലവാച്ചാനും അധികാരമുള്ള അവകാശമുള്ള ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ വന്നു. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതൊരു അഭിപ്രായത്തെയും BJP എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ട്രെയിൻ റദ്ദാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് വലിയ സ്ഥാനമാണുള്ളത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെയോ സമരങ്ങളെയോ ഉൾക്കൊള്ളാനാവാതെ കേന്ദ്ര സർക്കാർ ഒളിച്ചോടുകയാണ്. വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നുവരുന്ന വിമർശനങ്ങളെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികൾ ജനാധിപത്യ സംവിധാനത്തിൽ ഒട്ടും യോജിക്കാത്തതാണെന്നും അവർ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി CP ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KS കുര്യാക്കോസ്, ബംഗളം കുഞ്ഞികൃഷ്ണൻ, P വിജയകുമാർ, M കുമാരൻ, മുൻ MLA P ഭാർഗവി, മുകേഷ് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി M അസിനാർ സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറിമാരായ N ബാലകൃഷ്ണൻ, N പുഷ്പരാജ്, CV വിജയരാജ്, ബിജു ഉണ്ണിത്താൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തോയമൽ കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ഭഗവതി സേവ നടന്നു. മേൽശാന്തി സത്യൻ നമ്പൂതിരി മംഗുളത്തിന്റെ കാർമ്മികത്വത്തിൽ ഈ മാസത്തെ 2ാമത്തെ ഭഗവതി സേവയാണ് നടന്നത്. തോയമൽ കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ഭഗവതി സേവ നടന്നു. മേൽശാന്തി സത്യൻ നമ്പൂതിരി മംഗുളത്തിന്റെ നേതൃത്വത്തിൽ മേൽശാന്തി സത്യൻ നമ്പൂതിരി മംഗുളത്തിന്റെ കാർമ്മികത്വത്തിൽ ഈ മാസത്തെ 2ാമത്തെ ഭഗവതി സേവയാണ് നടന്നത്. ക്ഷേത്ര പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, ട്രഷറർ ഡോക്ടർ പവിത്രൻ, ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് തോയമൽ, അജയൻ കവ്വായി, ജയന്തൻ, ദിപിൻ കവ്വായി, ഷൈജു P, രതീഷ് ഹെഗ്ഡെ, ഗിരീഷ് C, ഗണേശൻ കണ്ടത്തിൽ, ഷിജു തോയമൽ എന്നിവരും മാതൃസമിതി, നാട്ടുകാർ തുടങ്ങി നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2026 അനുമോദനവും ആദരിക്കലും സംഘടിപ്പിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. രാമണേശ്വരം GHSSലെ വിജയോത്സവം 2026 അനുമോദനവും ആദരിക്കൽ ചടങ്ങും വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് IPS എന്നിവരെ വേദിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചു.
കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് അംഗീകാരം നൽകുകയാണ്. ഇവിടെ കാണുന്ന ഈ ചെറിയൊരു ഉപഹാരം അതിന്റെ വിലയല്ല ഇങ്ങനെ ഒരു ചടങ്ങിൽ നമ്മൾ കാണേണ്ടത്. നിങ്ങൾ മത്സര പരീക്ഷകളിൽ പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി വിജയിച്ചപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിൽ ഒരു നാടാകെ നിങ്ങളെ ചേർത്ത് മുടിച്ചുകൊണ്ട് നാടും അതിനോടൊപ്പം നിൽക്കുകയാണ്. ഒരു മത്സര പരീക്ഷ ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് IPS വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. തീർച്ചയായും ആ രീതിയിൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾക്ക് ആരായി തീരണം എന്ന ചോദ്യത്തിന് നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും പല രീതികളിലുള്ള ഉത്തരം നമ്മൾ പറയാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ കളികൾ, അതിന്റെ പൊതു സ്വഭാവം നോക്കുന്ന സമയത്ത് സാരി ഉടുത്തും കഞ്ഞിങ്കറിയും വെച്ചൊക്കെ കളിക്കുന്ന കളികളുടെ പൊതു സ്വഭാവം എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് കുട്ടികളുടെ ആഗ്രഹം വലിയ ആളായി തീരുക എന്നുള്ളതാണ്. പക്ഷെ മുതിർന്ന ഒരാളോട് ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകും എന്ന ചോദ്യം ഉണ്ടായാൽ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരുടെയും ഉത്തരം പഠിച്ച ക്ലാസ് മുറിയിലേക്ക്, പഠിച്ചിരുന്ന ഇടങ്ങളിലേക്ക്, കളിച്ചു നടന്നിരുന്ന കാലഘട്ടത്തിലേക്ക് ഒരിക്കലെങ്കിലും കടന്നു ചെല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സുന്ദരവുമായിട്ടുള്ള നിമിഷം എന്നായിരിക്കും ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം പേരും പറയുന്ന ഉത്തരം. അപ്പൊ ഇന്ന് നമ്മൾ കടന്നുപോയിരിക്കുന്ന ഈ ഒരു കാലയളവിൽ എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്. രാവണേശ്വരത്ത് LP സ്കൂളിലും ഇവിടെ UPയിലും ഹൈസ്കൂളിലുമായിട്ട് 2000 മുതൽ 2010 വരെയുള്ള ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന വളരെ മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലേക്ക് ഓടി വരുന്നു. LSS, USS, SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രിയ VK പരിചയപ്പെടുത്തി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ്, രതീഷ് വെള്ളംതട്ട, A തമ്പാൻ, ദീപ വിനോദൻ, ദീപ പ്രവീൺ, സുധ അശോകൻ, KV സുകുമാരൻ, A കൃഷ്ണൻ, P ദാമോദരൻ, A പവിത്രൻ മാസ്റ്റർ, K രാജേന്ദ്രൻ, KV കൃഷ്ണൻ, V ബാലകൃഷ്ണൻ തണ്ണോട്ട്, T തമ്പാൻ തണ്ണോട്ട്, P കൃഷ്ണൻ കോടാട്ട്, AV പവിത്രൻ, P ദിവ്യ, P സതീശൻ മാസ്റ്റർ, A ആശാലത, TP സുബൈർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ സ്വാഗതവും ഹെഡ്മിസ്ട്രസ് പ്രേമ B നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിലിനെയും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് IPSനെയും ആദരിക്കൽ ചടങ്ങും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ മന്ത്രി KM ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മന്ത്രി KM ഷാജി സന്ദർശിച്ചു. അക്കാദമിക ബ്ലോക്ക് നിർമ്മാണം ഒക്ടോബറിലും ആശുപത്രി കെട്ടിടത്തിലെ ഒരു പ്രധാന ബ്ലോക്ക് ഡിസംബറിലും മറ്റ് ബ്ലോക്കുകൾ അടുത്ത വർഷം മാർച്ചിലും പൂർത്തിയാക്കുന്നതിനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. AICC പ്രസിഡന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മാർച്ചും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. ജീവിതവിശുദ്ധിയും സത്യസന്ധതയും വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലും അടയാളപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു മാധ്യമപ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവുമായ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടേതെന്ന് തദ്ദേശ മന്ത്രി KM ഷാജി. മാഷോർമ എന്ന P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്മരണിക കവർ പേജ് പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തങ്ങൾക്കെതിരായ ശബ്ദങ്ങളെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നുവെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA പറഞ്ഞു. CPI സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടത്തുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിനായി ബുക്ക് ചെയ്ത സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കിയ നടപടിക്കെതിരെ സംഘടിപ്പിച്ച കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.